ഞാനും ഒരു മനുഷ്യനാണ് എന്നെനിക്ക് തോന്നിയ ഒരു നിമിഷം ഉണ്ടായിട്ടുണ്ട് എന്ന് AP ഉണ്ണികൃഷ്ണൻ എന്ന ആ നല്ല മനുഷ്യന് പറയുന്നതായിട്ട് കേൾക്കാനായിട്ട് സാധിച്ചു. അതിന് കാരണം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന ആ വലിയ മനുഷ്യൻ, AP ഉണ്ണികൃഷ്ണൻ എന്ന ആ മനുഷ്യനെ, ആ കുട്ടിയെ നെഞ്ഞോട് ചേർത്ത് പിടിച്ചപ്പോഴാണെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും ഇതിനോടകം. കാരണം AP ഉണ്ണികൃഷ്ണൻ എന്ന ആ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട് അല്പസമയങ്ങൾക്ക് മുമ്പ്. വളരെയേറെ വേദനയാണ് ആ ഒരു വാർത്ത കൽബിലേക്ക് നൽകിയത്. കാരണം നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു ആ മനുഷ്യൻ, ഒരു മനുഷ്യ സ്നേഹി. അതുപോലെ തൻ്റെ സംസാരത്തിലും തൻ്റെ സ്വഭാവങ്ങളിലുമൊക്കെ ലാളിത്യം തുളുമ്പുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ആ മനുഷ്യൻ മാതൃകയാക്കിയത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയാണ്. ആ മനുഷ്യൻ തന്നെ ചേർത്ത് പിടിച്ച ആ കാര്യം പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഞാനേറെ സ്നേഹിച്ച, അല്ലെങ്കിൽ ഞങ്ങളെ സ്നേഹിച്ച പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 10 വർഷമായി. ധാരാളം കാര്യങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാനുണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. 980 ഞാൻ ഈ മുറ്റത്ത് കാല് കുത്തുന്നത്. അന്ന് ഞാനൊരു മനുഷ്യനാണ് എനിക്ക് ബോധ്യമുണ്ടായ ഒരു കാലഘട്ടം ആ 980 ഭാഷാ സമരത്തിലാണ്. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ കൂടെ ഇവിടെ വരുമ്പോൾ എൻ്റെ പ്രായം 15 വയസ്സാണ്. തങ്ങൾ കസേരയിരിക്കുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇതാണ് തങ്ങളെ ഉണ്ണികൃഷ്ണൻ എന്ന് അദ്ദേഹം അഭിസംബോധന ചെയ്തപ്പോൾ ഇപ്പം കാണുന്ന ആ മേശയുടെ അടുത്തിരിക്കുന്ന കസേരയിൽ എണീറ്റ് നിന്നിട്ട് 2 കൈയും കൂട്ടി അദ്ദേഹത്തിൻ്റെ മാറോടടിച്ചപ്പോഴാണ് ഞാനും മനുഷ്യനാണ് എന്ന് എനിക്ക് ബോധ്യമായത്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നെഞ്ചിലേക്ക് മാറിലേക്ക് എൻ്റെ ശരീരം ഊട്ടി നിന്നപ്പോഴാണ്. ആ ശരീരം ഊട്ടി നിന്നപ്പോൾ എൻ്റെ തലയിൽ ഒരു കൈ വെച്ചൊരു വർത്തമാനം പറഞ്ഞിട്ടുണ്ട്, നല്ല കുട്ടിയാവണം. ഞാൻ വിദ്യാർത്ഥിയാണ്, അത്യാവശ്യം പ്രസംഗിക്കണം, ഉന്നതങ്ങളിലെത്തണം. ആ ഒരു വാക്കിൻ്റെ ഫലമാണ് മലപ്പുറത്തെ 48 ലക്ഷം ജനങ്ങളുടെ ജനപ്രതിയായി മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. മാത്രമല്ല 2004-05 ജില്ലാ മുസ്ലിം ലീഗ് സമ്മേളനം മഞ്ചേരി നടക്കുകയാണ്, ഗ്രീൻ കാർഡ് പരേഡ്. ഞാൻ അന്ന് ഇവിടെ വന്നിട്ട് മുറ്റത്തേക്ക് നടന്നു വരുമ്പോൾ ഇവിടെ സൂചിപ്പിച്ച് അലബിയാക്കം ജീവിച്ചിരിപ്പുണ്ട്. അലബിയാക്ക പറഞ്ഞു, ഉറക്കനെയാണ് പറഞ്ഞത്, ഉണ്ണികൃഷ്ണൻ വരുന്നുണ്ട്. ഉറക്കെ 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ അലബിയാക്ക അങ്ങനെ പ്രതിക്കാരനാണ്, ഉറക്കെ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ വരുന്നുണ്ട്. തങ്ങൾ അവിടെ നിന്നിട്ട് പറഞ്ഞു, അവനെ അങ്ങോട്ട് കയറ്റിയിട്ട് ചായ കൊടുക്കുക അലബിയെ എന്ന് പറഞ്ഞു. ഞാൻ ചായ കുടിച്ചിട്ടു ഞാൻ തിരിച്ചു പോയി. എന്നോട് ഇരിക്കാൻ പറഞ്ഞു. പക്ഷെ തിരിച്ച് മലപ്പുറം ഇന്നത്തെ പൊളിച്ചു മാറ്റി മുസ്ലിം ലീഗിൻ്റെ ഓഫീസിൽ കയറുന്നപ്പോൾ ഏതാണ്ട് 1 മണിയായപ്പോൾ ജില്ലാ മുസ്ലിം ലീഗ് ഓഫീസർ ഫോണ് വന്നു. തങ്ങളാണ് സംസാരിക്കുന്നത്. തങ്ങൾ ചോദിച്ചു ലീഗ് ഓഫീസിൽ ഉണ്ണികൃഷ്ണൻ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. തങ്ങളാണ് ഉണ്ണികൃഷ്ണൻ അതാ ഫോണെന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ എന്നോട് പറഞ്ഞു, ഞാനിവിടെ ഇരിക്കാനല്ലേ പറഞ്ഞു, എന്തിനെ പോയി എന്ന് ചോദിച്ചു. ഞാൻ ജില്ലാ ലീഗിൻ്റെ സമ്മേളനമല്ലേ അപ്പോൾ അതുകൊണ്ട് പോകുന്നതാണെന്ന് പറഞ്ഞു. ഉടനെ വണ്ടി വിളിച്ചിട്ട് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു പാണക്കാട്ടേക്ക്. എൻ്റെ കയ്യിലൊന്ന് ആകെ 86 രൂപയാണ് ഉള്ളത്, 86 രൂപ. അവിടെ നിന്ന് കൂടി 200-250 കാറിന് പൈസ ഉണ്ടാവും. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞു, ഞാനിപ്പോൾ എങ്ങനെ പോവുക, കാറ് വിളിച്ച് പോയിക്കോ എന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ വണ്ടി ഇരുന്നപ്പോൾ അരബിയാക്ക അത് കാറിലാണ് വന്നു വെച്ചു. ഞാൻ കാറിലാണ് വന്നത്, എന്നോട് കാറ് വെച്ച് വരാനാണ് വന്നത് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പൈസ വെച്ച്. അപ്പോൾ തങ്ങളവിടെ നേരെ ഇന്ന് അൽബി ഏതാണ് കൊടുത്താളുണ്ട്, പൈസ എടുത്തിട്ട് അൽബിയാക്കാൻ്റെ കൈ കൊടുത്തു. എന്നിട്ട് തങ്ങൾ എന്നെ കൈ പിടിച്ച് കൊണ്ടുപോയി. ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ഹാളുണ്ട്, 2 പ്ലേറ്റ്, എല്ലാ വിഭവങ്ങളും അവിടെ ഉണ്ട്. തങ്ങളെ കൈ കെട്ടി എന്നോട് ഇരിക്കാൻ പറഞ്ഞു. അല്പം ഞാനൊന്ന് മടിച്ചു. തങ്ങളെ കൂടെയാണ് ഇരിക്കാൻ പോണത്. കാരണം എൻ്റെ ജീവിത രീതി അങ്ങനെയായിരുന്നു. കാരണം ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് കിട്ടിയിട്ടില്ല. ആട്ടും തുപ്പും അയിത്തവും ചാണകം തളിക്കലൊക്കെ കണ്ടുപിടിച്ച് ജീവിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ ഇരിക്കും ശിഹാബ് തങ്ങളെ കൂടിലാണ്. അദ്ദേഹം ഒരു കോരി കൊണ്ട് ഒരു ചോറ് കോരിട്ടു, ഇത്തിരി കറി വെച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഇഷ്ടം പോലെ കഴിച്ചോ എന്ന് പറഞ്ഞ് സ്വന്തം കൈപ്പട കൊണ്ട് ഒരു കോരി തിന്നാൻ
ചോറ് തിന്നാൻ ഭാഗ്യം ലഭിച്ച ഒരു തറവാടാണ് പാണക്കാട്ടെ കൊടപ്പനക്കൽ തറവാട് എന്ന യാഥാർത്ഥ്യം കൂടി തുറന്നു പറയാൻ ഈ സന്ദർഭം അറിയിക്കുന്നു. കലാപത്തിലേക്ക് പോകുന്നു, ഹിന്ദു മുസ്ലിം സംഘടന ഉണ്ടാകാൻ പോകുന്നു, ഒരുപാട് പള്ളികളും ക്ഷേത്രങ്ങളും പരസ്പരം തകരാൻ പോകുന്ന അവസ്ഥയിലാണ് ലോക ജനതയ്ക്ക് മാതൃകയായി, ഇന്ത്യൻ ജനങ്ങൾക്ക് മാതൃകയായി ഒരാൾ, നൂറുകണക്കിന് പത്രമാധ്യമ പ്രവർത്തകന്മാരൊന്ന് ഈ തറവാട്ടിൽ മുറ്റത്തുണ്ട്. തങ്ങൾ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, തങ്ങളോട് ചോദിച്ച പത്രക്കാർ, തങ്ങളെ ബാബരി മസ്തകർക്ക് തങ്ങളുടെ നിലപാടെന്താണ്? ഒന്നും തിരിഞ്ഞാലോചിക്കാതെ പറഞ്ഞു, മുസ്ലിങ്ങൾ ഇസ്ലാമിനെ മുറുകെ പിടിക്കുക, ഇസ്ലാമിക സന്ദേശമായ ശാന്തിയുടെ സമാധാനത്തിൻ്റെ ദൂതന്മാരായി മുന്നോട്ട് പോകണം. ഒന്നുകൂടെ പറഞ്ഞു, സഹോദര സമുദായത്തിൻ്റെ ഒരു ഓടിൻ്റെ ഘട്ടം താഴെ വീഴാൻ പാടുന്ന ലോകത്താദ്യമായി പ്രഖ്യാപിച്ചത് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു. അതിൻ്റെ പേരിൽ കലാപമുണ്ടാക്കാൻ ഇറങ്ങി തിരിച്ച ധാരാളം ആളുകളുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വാക്കുകൊണ്ട് ലോകത്ത് ജനത ഞെട്ടിത്തെറിച്ചു. ഇതുപോലൊരു വലിയ മനസ്സ് ജീവിച്ചിരിക്കുന്നു. ആ നമ്മുടെ മനസ്സിൻ്റെ മാണിക്യ കൊട്ടാരത്തിൽ മുത്തുപോലെ സൂക്ഷിക്കുന്ന ശിഹാബ് തങ്ങളെ എന്നും ഓർക്കപ്പെടും. ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ആറ്റാക്കവിടെ പറഞ്ഞു, ഓരോ വാർഡിലും തങ്ങൾ ജീവിക്കുകയാണ്. ഓരോ മരത്തിലും ഓരോ ചെടിയിലും ഓരോ സ്ഥലത്തും ശിഹാബ് തങ്ങൾ ജീവിക്കുകയാണ്. എവിടെ പോയാൽ ബൈത്തുൽ സ്മാരകമാണ് കാണുന്നത്. തീർച്ചയായിട്ടും തങ്ങൾ ഇന്ന് സ്മരിക്കപ്പെടും. കിടാവിടക്കായി വെള്ളി നക്ഷത്രം പോലെ വിളങ്ങട്ടെ. ഞാൻ അവസാനിക്കുന്നു. നന്ദി. മുസ്ലിമീങ്ങൾ ഇങ്ങനെ പെറ്റുപെരുകുകയും വളർന്നു വരികയും ഒക്കെയാണെങ്കിൽ അത് മറ്റുള്ള മതസ്ഥർക്ക് അതൊരു വലിയ തിരിച്ചടിയാകും, അല്ലെങ്കിൽ ഭീതി ഉണ്ടാക്കും എന്നുള്ള രൂപത്തിലുള്ള ഒരു ചോദ്യം ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഈ മനുഷ്യനോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ കൊടുത്ത ആ ഒരു മറുപടിയിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു എത്രത്തോളം മുസ്ലിം സമുദായത്തിനെ പഠിച്ചിട്ടുണ്ട് എന്നും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നും. പലരും പറയും മുസ്ലിമീങ്ങൾ അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് മുസ്ലിമീങ്ങൾ ഇന്നാലിന്ന പ്രവൃത്തി ചെയ്യുന്നവരാണ്, ഇന്നാലിന്ന വലിയ ആളുകളാണ് എന്നൊക്കെ. അത് വാക്കുകളിൽ ഒതുക്കിയിട്ട് പ്രവൃത്തിയിൽ മറ്റൊരു രൂപത്തിൽ പെരുമാറുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ ഉണ്ണികൃഷ്ണൻ എന്ന ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളും പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ടറിയാൻ കഴിയും. ആ മനുഷ്യൻ്റെ ആ മറുപടി നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഉണ്ണികൃഷ്ണൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ മുസ്ലിങ്ങൾ ഇങ്ങനെ വളർന്നു വരികയാണെങ്കിൽ, അവർ പെറ്റുപെരുകയാണെങ്കിൽ അത് സമൂഹത്തിനോ അതല്ലെങ്കിൽ മറ്റു സമുദായങ്ങൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമാകുമെന്ന്? ഒരിക്കലുമില്ല. കാരണം പട്ടിണി മാറിക്കിട്ടും. മുസ്ലിങ്ങൾ സാമ്പത്തികമായി വളരുകയാണ്. അത് കാരണം എന്താ? മുസ്ലിങ്ങൾ സാമ്പത്തികം വളരുന്നത് കൊണ്ടാ കീശയിൽ 10 രൂപയുടെ കൈ നീട്ടി ആരെയും കൈമടക്കൂല, ഇല്ലാന്ന് പറയില്ല. പക്ഷെ പലരും ആ മുസ്ലിം സമുദായത്തിൽ പെടാത്ത പല സമ്പന്നന്മാരും കൈ കാണിച്ചവർ തിരിഞ്ഞു നോക്കാത്ത ധാരാളം ആളുകൾ ഞാൻ കാണിച്ചത്. ഏതൊരു പൗരപ്രമുഖരായ മുസ്ലിം, ഒരു സാധാരണക്കാരായ മുസ്ലിം, കൂലിപ്പണിക്ക് പോകുന്ന മുസ്ലിം വരെ ഒരാൾ കൈ കാണിച്ചാൽ 5 രൂപ 10 രൂപ എടുത്ത് പോകും ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്താ? നല്ല മനസ്സാണ്. മനുഷ്യനെ സ്നേഹിക്കണം. അത് മാത്രമല്ല, ഇപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം തന്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറും നിറച്ചുണ്ടോ എണ്ണിൽപ്പെട്ടവരെന്ന് അനുശാസിക്കുന്ന ഇസ്ലാം മത വിശ്വാസിയാണല്ലോ. അത് വേറെ ഏത് മതാ പറയണത്? ഏത് പുരാണത്തിലാണ് പറയണത്? ഹിന്ദു പുരാണത്തിൽ എവിടെയാ പറയണത്? അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ ജാതി മതം നോക്കാതെ കൊണ്ടു കൊടുക്കണമെന്ന് ഏത് മതമാണ് പറയുന്നത്? ഞാൻ കേട്ടിട്ട് ഇസ്ലാം മതം പറയുന്നത് മാത്രമാണ്. വേറെ ആരൊക്കെ പറയുന്നത്? ഒന്നിച്ചിരിക്കാനും കൂടിയിരിക്കാനും മുസ്ലിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. ഇന്നും ആ രീതിയിൽ മുസ്ലിങ്ങൾ അടുക്കളയിൽ ചെല്ലാം ദളിതർക്ക്. പക്ഷേ ദളിതരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന സെൻകുമാറിന്റെ അടുക്കളയിൽ പോയി വരെ ഭക്ഷണം കഴിക്കാൻ സാധിക്കൂല. സെൻകുമാർ എന്ന് പറഞ്ഞ സത്യത്തിന് ഒരു എന്താ പറയാ, ഒരു ഏറ്റവും വലിയ വർഗീയ വിഷം തുപ്പുന്ന ഒരു DGP ആയി അദ്ദേഹം സേവനമനുഷ്ഠിച്ചത് ഈ സംസ്ഥാനത്തിൽ ശാപമേ